പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും തിരുനാമത്തിൽ ആമേൻ. ഇന്നത്തെ നമ്മുടെ വചനഭാഗം വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം 9-ാം അധ്യായം 57 മുതൽ 62 വരെയുള്ള തിരുവചന ഭാഗമാണ്. ഇതിൽ നമുക്ക് 3 വ്യക്തികളെ യേശുവിനോടൊപ്പം കാണുവാൻ സാധിക്കും. അവരുമായുള്ള സംഭാഷണത്തിലൂടെ യേശു നമ്മോട് പറഞ്ഞു തരുന്നത് ശിഷ്യത്വം ആവശ്യപ്പെടുന്ന ത്യാഗങ്ങളെ പറ്റിയാണ്. വചനഭാഗത്തിലൂടെ നമുക്കൊന്ന് കടന്നു പോകാം. അവർ പോകും വഴി ഒരുവൻ അവനോട് പറഞ്ഞു, നീ എവിടെ പോയാലും ഞാൻ നിന്നെ അനുഗമിക്കും. യേശു പറഞ്ഞു, കുറുനരികൾക്ക് മാളങ്ങളും ആകാശത്തിലെ പക്ഷികൾക്ക് കൂടുകളുമുണ്ട്, മനുഷ്യപുത്രന് തലചായ്ക്കുവാൻ ഇടമില്ല. അവൻ വേറൊരുവനോട് പറഞ്ഞു, എന്നെ അനുഗമിക്കുക. അവൻ പറഞ്ഞു, കർത്താവേ, ഞാൻ ആദ്യം പോയി എൻ്റെ പിതാവിനെ സംസ്കരിക്കുവാൻ അനുവദിച്ചാലും. അവൻ പറഞ്ഞു, മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ സംസ്കരിക്കട്ടെ, നീ പോയി ദൈവരാജ്യം പ്രസംഗിക്കുക. മറ്റൊരുവൻ പറഞ്ഞു, കർത്താവേ, ഞാൻ നിന്നെ അനുഗമിക്കാം, പക്ഷേ ആദ്യം പോയി എൻ്റെ വീട്ടുകാരോട് വിട വാങ്ങുവാൻ അനുവദിക്കണം. യേശു പറഞ്ഞു, കലപ്പയിൽ കൈവച്ചിട്ട് പിന്തിരിഞ്ഞു നോക്കുന്ന ഒരുവനും സ്വർഗരാജ്യത്തിന് യോഗ്യനല്ല. ഏതൊരു ജോലിക്ക് പോകുന്നതിന് മുമ്പും അവിടെ ഇൻ്റർവ്യൂ നടത്താറുണ്ട്. ആ ഇൻ്റർവ്യൂവിന് പല ചോദ്യങ്ങൾ ചോദിക്കും. ആ ചോദ്യങ്ങളിൽ പലപ്പോഴും കാണാറുള്ളതാണ്, അവിടെ വർക്ക് ചെയ്യുന്നത് കൊണ്ട് എന്താണ് അവർക്ക് ലഭിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് ഈ ജോലി കൊണ്ടുള്ള ഉദ്ദേശം എന്നൊക്കെയുള്ള പലതരം ചോദ്യങ്ങൾ അതിലുണ്ടാകാറുണ്ട്. അതുപോലെ ഒരു വേദഭാഗമാണ് ഇന്നത്തെ സുവിശേഷ ഭാഗത്തിലും നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. യേശുവിൻ്റെ അനുയായിയായി യേശുവിനെ അനുഗമിക്കുവാൻ തയ്യാറെടുക്കുന്ന ഒരു വ്യക്തി എപ്രകാരമുള്ളവനായിരിക്കണം എന്നുള്ള ഒരു ഭാഗമാണ് ഇന്ന് നാം വായിച്ചു കേൾക്കുന്നത്. ഇന്നത്തെ സുവിശേഷ ഭാഗത്തിൽ 4 വ്യക്തികളെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. യേശു തമ്പുരാനും മറ്റ് 3 വ്യക്തികളും. അതിൽ ആദ്യത്തെ വ്യക്തി യേശുവിൻ്റെ അടുത്തേക്ക് കടന്നു വന്നുകൊണ്ട് സ്വയം ഇഷ്ടപ്രകാരം പറയുകയാണ്, എവിടെ പോയാലും ഞാൻ അങ്ങയെ അനുഗമിക്കും എന്ന്. എന്നാൽ യേശു തമ്പുരാൻ്റെ മറുപടി ഇപ്രകാരമാണ്, കുറുനരികൾക്ക് മാളങ്ങളും ആകാശത്തിലെ പക്ഷികൾക്ക് കൂടുകളുമുണ്ട്, മനുഷ്യപുത്രന് തലചായ്ക്കുവാൻ ഇടമില്ല എന്ന്. എന്താണ് ഇതിൻ്റെ അർത്ഥം? വെളിപാട് പുസ്തകം 14-ാം അധ്യായം 4-ാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും, അവരാണ് കുഞ്ഞാടിനെ അത് പോകുന്നിടത്തെല്ലാം അനുഗമിക്കുന്നവർ. അതായത് തങ്ങളുടെ വാഗ്ദാനം പൂർത്തിയാക്കുവാനായി യേശുവിൻ്റെ പിന്നാലെ വരുവാനായി സ്വയം ആഗ്രഹിച്ച് വരുന്നവരെ പറ്റിയാണ് അത് പറയുന്നത്. അപ്രകാരം വലിയൊരു വാഗ്ദാനം എടുക്കുമ്പോൾ യേശു തമ്പുരാൻ അവർക്ക് കൊടുക്കുന്ന വലിയൊരു താക്കീതാണ്, അല്ലെങ്കിൽ യേശു തമ്പുരാൻ കൊടുക്കുന്ന ഒരു ഉപദേശമാണ് ഇന്നത്തെ ഈ സുവിശേഷ ഭാഗത്തിൽ നാം വായിച്ചു കേട്ടത്. മനുഷ്യപുത്രന് തലചായ്ക്കുവാൻ ഇടമില്ല. ആ ഒരു അവസ്ഥയിലേക്ക് കടന്നു വരുവാൻ നിനക്ക് തയ്യാറാണെങ്കിൽ നീ എന്നെ അനുഗമിക്കുക എന്നാണ് യേശു തമ്പുരാൻ്റെ വാഗ്ദാനം, യേശു തമ്പുരാൻ്റെ താക്കീത്. പൗലോസ് ശ്ലീഹായുടെ വാക്യത്തിൽ പറഞ്ഞാൽ തന്നെ ശൂന്യനാക്കിയ യേശുവിനെ അനുഗമിക്കുവാനായിട്ടുള്ള ഒരു ആഹ്വാനമാണത്. രാജകീയ സിംഹാസനത്തിൻ്റെ പ്രൗഢിയോ ആത്മീയ നിസ്സംഗതയുടെ നിശബ്ദതയോ അല്ല ഇവിടെ ആവശ്യം. മറിച്ച് ആകാശത്തിലെ പറവകളെക്കാളും കുറുനരികളുടെ മാളത്തെക്കാളും സുരക്ഷിതത്വം ഇല്ലാത്ത ഒരവസ്ഥയിലേക്ക് സ്വയം ഇറങ്ങുന്ന ഒരു അവസ്ഥയിലേക്കാണ് ഈ ശിഷ്യത്വം നമ്മെ വിളിക്കുന്നത്. രണ്ടാമത്തെ വ്യക്തി യേശുവിൻ്റെ അടുത്തേക്ക് കടന്നു വരുമ്പോൾ യേശു അവനോട് അങ്ങോട്ട് ആവശ്യപ്പെടുകയാണ്, എന്നെ അനുഗമിക്കുക. പക്ഷേ ആ വ്യക്തിയുടെ മറുപടി പ്രകാരമാണ്, കർത്താവേ, ഞാൻ ആദ്യം പോയി എൻ്റെ പിതാവിനെ സംസ്കരിക്കുവാൻ എന്നെ അനുവദിച്ചാലും. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായം 16-ാം വാക്യത്തിൽ നമുക്ക് ഇപ്രകാരം കാണുവാൻ സാധിക്കും, നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. ഇവിടെയാണ് നമുക്ക് തിരഞ്ഞെടുപ്പിൻ്റെ ആ വലിയൊരു മഹത്വം കാണുവാൻ സാധിക്കുന്നത്. ആദ്യത്തെ വ്യക്തി യേശുവിനോട് സ്വയം അങ്ങോട്ട് ആവശ്യപ്പെട്ടപ്പോൾ യേശു തമ്പുരാൻ അതിന് താക്കീത് നൽകുകയാണ്. എന്നാൽ രണ്ടാമത്തെ വ്യക്തിയോട് യേശു അങ്ങോട്ട് ആവശ്യപ്പെടുകയാണ്. പക്ഷേ ആ വ്യക്തിയുടെ പ്രതികരണം മറ്റൊരു രീതിയിലായിരുന്നു. അത് ഇപ്രകാരമായിരുന്നു, തൻ്റെ ഉത്തരവാദിത്തങ്ങൾ ചെയ്തു തീർത്തതിന് ശേഷം ഞാൻ നിന്നെ അനുഗമിക്കുവാൻ വരാം എന്നാണ് ആ വ്യക്തി യേശുവിനോട് പറയുന്നത്. എന്നാൽ ഇവിടെ ദൈവം തമ്പുരാൻ നമ്മോട് പറയുന്ന സന്ദേശം മറ്റൊന്നുമല്ല.
നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ ചെയ്യാൻ പാടില്ല എന്നല്ല, കുടുംബത്തോടും സുഹൃത്തുക്കളോടും നാം ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്നല്ല, മറിച്ച് അതിനൊക്കെ ഉപരിയായി ദൈവവേലയ്ക്ക് നാം പ്രാധാന്യം കൊടുക്കണം എന്നുള്ളതാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. മൂന്നാമത്തെ വ്യക്തിയിലേക്ക് കടന്നു വരുമ്പോൾ ഇപ്രകാരമാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. മറ്റൊരുവൻ യേശുതമ്പുരാനോട് വന്ന് പറയുകയാണ്, കർത്താവേ, ഞാൻ നിന്നെ അനുഗമിക്കാം. വീണ്ടും സ്വയം ഇഷ്ടത്തോടുകൂടി ഒരുവൻ വന്ന് പറയുകയാണ്. പക്ഷേ ആ ഇഷ്ടം പറയുന്നതോടൊപ്പം തന്നെ അവനും ഒരു കണ്ടീഷൻ വയ്ക്കുകയാണ്. ആദ്യം ഞാൻ വീട്ടുകാരോട് പോയി വിട വാങ്ങാൻ എന്നെ അനുവദിക്കണം. സ്വാഭാവികമായും നാം ഒക്കെ ചെയ്യുന്നത് പോലെ എങ്ങോട്ടെങ്കിലുമൊക്കെ യാത്ര തിരിക്കുമ്പോൾ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ മറ്റുള്ളവരോട് യാത്ര പറയുന്നത്, നമുക്കറിയാം, യാത്ര പറയുന്നത് വൈകാരികമായി നാം ഏറ്റവും അടുപ്പമുള്ള ബന്ധമുള്ള ആളുകളോടാണ്. വൈകാരികമായ ബന്ധങ്ങൾക്ക് നിയന്ത്രണം നൽകുക എന്ന ആ ഒരു താക്കീതിന് വേണ്ടിയാണ് യേശുതമ്പുരാൻ ഇപ്രകാരം പറയുന്നത്. കലപ്പയിൽ കൈവച്ചിട്ട് പിന്തിരിഞ്ഞു നോക്കുന്ന ഒരുവനും സ്വർഗരാജ്യത്തിന് യോഗ്യനല്ല എന്ന്. അതായത് ഈ 3 വ്യക്തികളിലൂടെ 3 സവിശേഷമായ ശിഷ്യത്വത്തിൻ്റെ ഗുണങ്ങളാണ് യേശുതമ്പുരാൻ നമുക്ക് പറഞ്ഞു നൽകുന്നത്. ഒന്നാമത്തെ വ്യക്തിയിലൂടെ ലഭിച്ച താക്കീത് ഇപ്രകാരമായിരുന്നു: ശൂന്യവൽക്കരണത്തിൻ്റെ ഒരു താക്കീത്. അതായത് ദാരിദ്ര്യം നമ്മുടെ സ്വന്തമാക്കി മാറ്റുക, ലളിതമായ ഒരു ജീവിതം നയിക്കുക. രണ്ടാമത്തെ വ്യക്തിയിലൂടെ പറഞ്ഞു തരുന്നു, മറ്റെന്തിനേക്കാളും ദൈവവേലയ്ക്ക്, ദൈവത്തിന് മുൻഗണന നൽകുക. അതായത് നമ്മുടെ ബ്രഹ്മചര്യം എന്ന വ്രതത്തെ സൂചിപ്പിക്കുന്നു. മൂന്നാമത് നമ്മുടെ വിളിയോട് ചേർന്ന് ജീവിക്കുക, അനുസരണം എന്ന വ്രതത്തെ സൂചിപ്പിക്കുന്നു. ദാരിദ്ര്യവും ബ്രഹ്മചര്യവും അനുസരണവും ഒരു ശിഷ്യന് ആവശ്യമാണ് എന്ന് യേശുതമ്പുരാൻ വളരെ വ്യക്തമായും ലളിതമായും ഈ സുവിശേഷ ഭാഗത്തിലൂടെ ചോദ്യോത്തരങ്ങളിലൂടെ അവതരിപ്പിച്ച് വച്ചിരിക്കുകയാണ്. ഒരു ക്രിസ്ത്യാനിയായി മാമോദീസ മുങ്ങുമ്പോൾ, ക്രിസ്തുവിനെ അനുഗമിക്കുവാൻ അവൻ്റെ കുരിശും വഹിച്ചുകൊണ്ട് അവൻ്റെ പിന്നാലെ പോകുമ്പോൾ ഈ 3 കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. യേശുവിനെ പോലെ സ്വയം ശൂന്യവൽക്കരിച്ചുകൊണ്ട്, ദൈവത്തിന് മാത്രം മുൻഗണന നൽകിക്കൊണ്ട്, നമ്മുടെ ക്രിസ്തീയതയോട് ചേർന്ന് അനുസരണയുള്ളവരായി ക്രിസ്തുവിൻ്റെ പഠിപ്പിക്കലുകളോടും സന്ദേശങ്ങളോടും ചേർന്ന് നിന്നുകൊണ്ട് ഒരു ജീവിതം നയിച്ച് നമുക്ക് മുൻപോട്ട് പോകുവാൻ സാധിക്കണം. അതിനാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം നമ്മെ ആഹ്വാനം ചെയ്യുന്നത്. നമുക്ക് ക്രിസ്തുവിൻ്റെ യഥാർത്ഥ ശിഷ്യരായി ജീവിക്കുകയും ഈ ക്രിസ്തു നൽകിയ മാതൃക ലോകത്തിന് മുഴുവൻ നൽകിക്കൊണ്ട് നമ്മുടെ ജീവിതത്തെ ക്രിസ്തുവിന് വേണ്ടി സമർപ്പിക്കുകയും ചെയ്യാം. നമ്മുടെ കുടുംബങ്ങളിലും നാം ആയിരിക്കുന്ന സ്ഥലങ്ങളിലുമെല്ലാം ക്രിസ്തുവിൻ്റെ ഈ സന്ദേശം പകർന്നു നൽകിക്കൊണ്ട് യഥാർത്ഥ ക്രിസ്തു ശിഷ്യരായി നമുക്ക് ജീവിക്കാം. അതിനായി ദൈവം തമ്പുരാൻ നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും തിരുനാമത്തിൽ ആമേൻ.